ശ്രുതിയുടെ ആരോഗ്യനില നന്നായി മെച്ചപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അന്ന് അപകടത്തിൽ നേരിട്ടതായിരിക്കുന്ന പരിക്ക്, ആ പരിക്കും നല്ല രീതിയിൽ ഭേദപ്പെട്ടിട്ടുണ്ട്. പരിക്കിന്റെ ഇപ്പൊ കാലിന്റെ അടിഭാഗത്ത് ഒരു വേദനയുണ്ട്. നേരത്തെ അത് മേലെ ഭാഗത്തായിരുന്നു. അവിടെ കമ്പി റോഡും ഇതെല്ലാം ഇട്ടതായിരിക്കുന്ന സ്ഥലം. ഇപ്പോൾ ആ മേലെ ഭാഗത്തുള്ള വേദന മാറി കാൽപാദത്തിന്റെ ഭാഗത്തേക്ക് ഒരു വേദനയുണ്ട്. അതും പൂർണ്ണമായും ഭേദമാകും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ശ്രുതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി അവർക്ക് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് മാറാനുള്ള സൗകര്യം കൂടെ ക്രമീകരിക്കുകയാണ്. ഏറെ ആശ്വാസകരമാണ് ശ്രുതിയുടെ ഒരു തിരിച്ചുവരവ് എന്നുള്ളത്. ആ തിരിച്ചുവരവ് പൂർണ്ണതയിലെത്തിയിട്ടില്ല എങ്കിലും ആ തിരിച്ചുവരവ് അവരുടെ മൂഡ് ഓഫ് ആക്ഷൻസും അവരുടെ മുഖത്തിന്റെ പ്രസന്നതയും ഒക്കെ ഒരു ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വരുന്നതിന്റെ ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ജെൻസന്റെ അച്ഛനും ജെൻസന്റെ കുടുംബവും അവർക്ക് നൽകിയതായിരിക്കുന്ന ബാക്കപ്പ് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. വളരെ നല്ല രീതിയിൽ, ഹൃദ്യമായ രീതിയിൽ ഒരു മോളെപ്പോലെ ഇടപെട്ട് അവർ എല്ലാ കാര്യത്തിനും കൂടെ നിന്നു എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ആശുപത്രിയിൽ ഞാൻ അധിക ദിവസവും രാവിലെയും വൈകുന്നേരവും എന്ന രീതിയിൽ ചില സമയത്ത് ഒരു തവണയൊക്കെ ആയിട്ട് ഞാൻ ശ്രുതിയുടെ അടുത്ത് അധിക ദിവസവും ഞാൻ പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം പോയ സമയത്താണ് ശ്രുതി എന്നോട് പറഞ്ഞത്, ജെൻസൺ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അമ്മയുടെ ബോഡി പുത്തുമലയിൽ നിന്നെടുത്ത് ശ്മശാനത്തിൽ ആചാരപ്രകാരം ദഹിപ്പിക്കാനും കർമ്മങ്ങൾ ചെയ്യാനുമുള്ളതായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം അവർ ക്രമീകരിച്ചിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, അതൊന്ന് പൂർത്തിയാക്കണം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഞാനത് സബ് കളക്ടറും മറ്റുള്ള ഓഫീസേഴ്സും ഒക്കെയായി സംസാരിച്ച് അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് പഞ്ചായത്തിന്റെ ആളുകളെയും അറിയിച്ച് ആ ബോഡി അവിടെ നിന്ന് എടുത്ത് നമ്മൾ ഐവർ മഠത്തിന്റെ സഹായത്തോടുകൂടി, വൈറ്റ് ഗാർഡിന്റെ സഹായത്തോടുകൂടി ബോഡി അവിടെ നിന്ന് എടുത്ത് ഐവർ മഠത്തിന്റെ സഹായത്തോടുകൂടി മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ആചാരപ്രകാരം ഹൈന്ദവ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നല്ല അന്തരീക്ഷത്തിൽ, മുഖരിതമായ അന്തരീക്ഷത്തിൽ അവരെ അന്ത്യയാത്ര നൽകാൻ സാധിച്ചു. സേവാഭാരതിയുടെ പ്രവർത്തകന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു, മറ്റുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. തീർച്ചയായും ശ്രുതിയുടെ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് ആ ആഗ്രഹം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതും ഞാനും അതിന് കൂടെ വരും എന്ന് പറഞ്ഞ സമയത്ത് ആംബുലൻസ് അടക്കം ക്രമീകരിച്ച് ശ്രുതിക്ക് കംഫർട്ടബിളായി കൂടെ വന്ന് ബോഡിയോടൊപ്പം യാത്ര ചെയ്ത് അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നേരിട്ട് കാണാനുള്ള സൗകര്യം കൂടി ഒരുക്കാൻ സാധിച്ചു. ഒക്കെ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർ പറഞ്ഞതായ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരാശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ശ്രുതി കുറച്ചുകൂടെ പ്രസന്നവതിയാണ്. നല്ല രീതിയിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സംസാരിച്ചു. തീർച്ചയായും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ശ്രുതിയുടെ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്.